നട്ടപ്പാതിരയ്ക്ക് ഞാൻ നിന്ന് വട്ടം കറങ്ങുന്നത് എവിടെയാണെന്നറിയോ? ഇത് ഗവൺമെൻറ് വിക്ടോറിയ ഹോസ്പിറ്റൽ കൊല്ലം. ഞാൻ എന്താ പാതിരയ്ക്ക് ഇവിടെ നിന്ന് വട്ടം കറങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ആങ്ങളയുടെ വൈഫിനെ ഇവിടെ ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആങ്ങളെ നന്ദു ദേ അവിടെ ഒറ്റയ്ക്ക് ഇന്ന് ബോറടിക്കുന്നു. എന്നാൽ പിന്നെ ആൾക്ക് കുറേ നേരം കമ്പനി കൊടുക്കാമെന്ന് കരുതി വന്നതാണ്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയി. ഇതാണ് 1-ാം ദിവസത്തെ വിശേഷങ്ങൾ. ഇതാണ് എൻ്റെ ആങ്ങളയുടെ മൂത്താൾ അഥർവ്. അപ്പോൾ അവൻ അമ്മയെ കാണണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. അങ്ങനെ അവനുമായിട്ട് ഞങ്ങൾ വന്നതാണെങ്കിൽ പിന്നെ കുറേ സമയം അവിടെ ഇരുന്നിട്ടൊക്കെ പോകാമെന്ന് കരുതി ബോറടിക്കാതിരിക്കാൻ കുറച്ച് മുട്ടായി ഒക്കെ വാങ്ങി തിന്നുകൊണ്ടിരുന്നപ്പം അവർ നേഴ്സ് വന്നിട്ട് പറഞ്ഞു, ദേ അവിടെ ആൾക്ക് പെയിനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഡെലിവറി ഉടനെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ദേ വന്ന് നമ്മുടെ കുഞ്ഞാവ. അങ്ങനെ നേഴ്സ് വന്ന് കുഞ്ഞാവേനെയൊക്കെ കൊണ്ട് തന്ന്. അപ്പം നമ്മുടെ കുഞ്ഞാവ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണെന്ന് അറിയണ്ടേ? ഇത് ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണാണ്. അപ്പം മൂത്ത ചേട്ടായിക്ക് കൂട്ടായിട്ട് വേണ്ട ഒരു കുഞ്ഞനിയത്തിയും കൂടി വന്നിട്ടുണ്ട്. അവൻ പറയാം, എൻ്റെ കുഞ്ഞിനെ ഇങ്ങ് താന്ന് പറഞ്ഞിട്ട് അവൻ ബഹളം വെക്കുക കേട്ടോ. അങ്ങനെ അച്ഛനും മോനും കൂടെ ദേ കുഞ്ഞാവേനെ കണ്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ മക്കളുടെ ബഹളം. എൻ്റെ മോൻ അമ്മ എനിക്ക് എടുക്കാൻ തരുമോ എന്ന് ചോദിച്ചിട്ട് അവൻ അവിടെ കിടന്ന് ബഹളം. പിന്നെ എൻ്റെ മോള് പിണങ്ങി അവിടെ സൈഡിൽ മാറി നിൽപ്പുണ്ട്, അവൾക്ക് എടുക്കാൻ കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ദേ ഈ അഥർവുണ്ടല്ലോ, ഈ ആദിക്കുട്ടൻ, ഇവൻ അപ്പം എൻ്റെ കുഞ്ഞിനെ താപ്പയെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ കിടന്ന് നല്ല ബഹളമായിരുന്നു. ഞാൻ പറഞ്ഞില്ലടാ, ഞാൻ കുഞ്ഞിനെ വളർത്താൻ കൊണ്ടുപോകാൻ നിനക്ക് തരൂല്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 10-10:30 ആയപ്പോഴായിരുന്നു ഡെലിവറിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുഞ്ഞാവിനെ നമുക്ക് അന്നേരം കാണിക്കാൻ തരും. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ടുവച്ചു. ഇനി കുറച്ച് കഴിഞ്ഞ് ഒരു വെളുപ്പിനെയൊക്കെ ആകുമ്പോഴത്തേക്ക് അവളെ റൂമിലോട്ട് മാറ്റും. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയാവോ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അന്നേരം നമ്മുടെ ഈ കുഞ്ഞി പെണ്ണിനിടാൻ പറ്റിയ നല്ല നല്ല വെറൈറ്റി പേരുകളൊക്കെ എല്ലാവരും പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേ.